100-day challenge for FN and SNC trading day 33. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് ഇക്വിറ്റിനേക്കാൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ എക്സൈറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാരണമാണ്. ലെസ്സർ മാർജിൻ റിക്വയർഡ്. ആക്ച്വലി നമുക്കറിയാം ഇക്വിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്വാണ്ടിറ്റി നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ലോങ് ടേമിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് പറ്റില്ല. ഇവിടെ ലോട്ട് സൈസിന് മാത്രമേ നമുക്ക് ട്രേഡ്സ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചേഴ്സിന് ലെസ്സർ മാർജിൻ മാത്രം റിക്വയർഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ സിംഗിൾ സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1002 രൂപയാണ്. ഈ 1002 രൂപ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോക്കിന്റെ വാല്യൂ മാത്രമാണ്. അതേസമയം നമ്മളിവിടെ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി ഒരു ലോട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ടോട്ടലി ഒരു ലോട്ട് എന്ന് പറയുന്നത് 550 ക്വാണ്ടിറ്റി ആണ് വരുന്നത്. 550 ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 1,05,000 rupees ആണ്. അതേസമയം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ 550 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ടി വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 5,50,000 രൂപയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു 10 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് ആണ് നടന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ 1,00,000 rupees ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത ഒരാൾക്കും ഇക്വിറ്റിന്റെ കേസിൽ 5,50,000 ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത ഒരാൾക്കും ഒരേ പ്രോഫിറ്റ് ആയിരിക്കും വരാം. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അണ്ടർലൈങ് അസറ്റിന്റെ വാല്യൂവിനെ ഫ്യൂച്ചർ പ്രൈസ് മിമിക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്ത ഒരാൾക്ക് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത ഒരാളെക്കാട്ടും ലെസ്സർ ആയിട്ടുള്ള മാർജിൻ മാത്രമേ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി അതൊരു 25-30% ആണ്. സോ എങ്ങനെയാണ് ഇവിടെ ലെസ്സർ മാർജിൻ മാത്രം റിക്വയർഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് 1 minute. See you tomorrow.